സാറേ, ഈ ഇറാന്റെ പരമാധികാരിയായിരുന്ന പരമോന്നത അധികാരിയായിരുന്ന അലി ഖാംനയുടെ മരണത്തിന് ശേഷം എന്തുകൊണ്ടും രണ്ടാമനാകും അല്ലെങ്കിൽ രണ്ടാമൻ എന്ന് തീരുമാനിക്കപ്പെട്ട ഒരാൾ ഇന്ന് അലി ലാരിജാനി അല്ലേ, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇസ്രയേൽ ആണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയിട്ടുണ്ട്, ലാരിജാനി കൊല്ലപ്പെട്ടു. അതായത് ഇന്നലെ രാത്രി ടെഹ്റാനിൽ നടത്തിയ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ അലി ലാരിജാനി ഇപ്പോൾ ഇറാനിലെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. അതാണ് അവിടുത്തെ ഭരണകാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത്. ഈ അലി ലാരിജാനി ഖമനേയിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭരണപരമായ പിൻഗാമി ആയിരിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും അദ്ദേഹമാണ് ഇപ്പോൾ ഭരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പെസഷ്ക്യാൻ എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് ഉണ്ട് എങ്കിലും, ഉദാഹരണത്തിന് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ഈ വിറ്റ്കോഫ് ഒരിക്കൽ പെസഷ്ക്യാനെ വിളിച്ചിട്ട് മറ്റേ അബ്ബാസ് അരാക്ചിയെ വിദേശകാര്യമന്ത്രി ഒന്ന് കാണണമല്ലോ എന്ന് ആവശ്യപ്പെട്ടു എന്ന്. അപ്പോൾ പെസഷ്ക്യാൻ പറഞ്ഞു എന്ന്, നിങ്ങൾ അലി ലാരിജാനിയോട് ചോദിക്കൂ, അദ്ദേഹം സമ്മതിച്ചാൽ കാണണം എന്ന്. പ്രസിഡന്റ് ആണല്ലേ? അതെ. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അലി ലാരിജാനിയാണ്. അദ്ദേഹം കുറെ വർഷങ്ങൾ 2 ദശകത്തോളം അവിടെ സ്പീക്കർ ആയിരുന്ന ആളാണ്, ഡിപ്ലോമാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്പീക്കർ ആയിരുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ആക്രമണത്തിൽ വേറൊരാൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ബാസിച്ച് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയും. IRGC ആണ് പട്ടാളം, അതിൻ്റെ അർദ്ധ സൈനിക വിഭാഗമാണ് ബാസിച്ച് എന്ന് പറയുന്നത്. ഈ ഖമനയെ പോലുള്ളവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ ബാസിജിൻ്റെ ജോലിയാണ്. ഈ ബാസിജിൻ്റെ മേധാവി, അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ മേധാവി ഗുലാം റീസ സുലൈമാനി, അദ്ദേഹവും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രയേൽ പറയുന്നുണ്ട്. അപ്പോൾ 67 വയസ്സാണ് ലാരിജാനിക്ക്. അദ്ദേഹത്തിനും ഈ ഖമനയ്ക്ക് ശേഷം ഉള്ള ഈ മുജ്താബ ഉൾപ്പെടെയുള്ള മകൻ മുജ്താബ ഉൾപ്പെടെ 10 പേരുടെ തലയ്ക്ക് $10 മില്യൺ അമേരിക്ക അടുത്ത കാലത്ത് വിലയിട്ടിരുന്നു. എന്തെങ്കിലും വിവരം കൊടുക്കുന്നവർക്ക് ഇത്രയും തുക കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ അലി ലാരിജാനിയുടെ മുഴുവൻ പേര് അലി അർദാഷിർ ലാരിജാനി എന്നാണ്. ഒരു വലിയ കുടുംബമാണ്. ബാപ്പ ആയത്തുള്ള ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ. മുമ്പ് IRGC പട്ടാള ഓഫീസറായിരുന്നു ലാരിജാനി. ഫിലോസഫറുമാണ്, തത്വചിന്തകനുമാണ്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ വെസ്റ്റേൺ ഫിലോസഫി ആണ് പഠിച്ചത്, പാശ്ചാത്യ തത്വശാസ്ത്രമാണ് പഠിച്ചത്. അപ്പോൾ 2025 മുതൽ ഇദ്ദേഹം നാഷണൽ കൗൺസിലിൻ്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ സെക്രട്ടറിയാണ്. മുമ്പ് ഇതേ പദവിയിൽ 2005 മുതൽ 2007 വരെ ഉണ്ടായിരുന്നു. നജഫിലാണ് ജനിച്ചത്. കുടുംബമൊക്കെ നജഫിലാണ്, ഇറാഖിലാണല്ലോ നജഫ്? അതെ, നജഫിലാണ്. അതെ. അപ്പോൾ അവിടെ ഈ 2008-2020 12 കൊല്ലം സ്പീക്കർ ആയിരുന്നു. 2024 പ്രസിഡന്റ് ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു. അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചു. ഇദ്ദേഹത്തിനെയും ഹസൻ റൂഹാനിയെയും, പഴയ പ്രധാനമന്ത്രി ഹസൻ റൂഹാനിയുമാണ് ഖമനയുടെ വലം കൈ ആയിരുന്നു ലാരിജാനി. ഈ കൗൺസിലിലേക്ക് ഹസൻ റൂഹാനിയെയും ലാരിജാനിയെയും ഖമനയും നിർദ്ദേശിച്ചിട്ടാണ് ഇവർ സുരക്ഷാ സമിതിയിൽ എത്തിയത്. അപ്പോൾ ബാപ്പ ആയത്തുള്ള ഹാഷിം ലാരിജാനി, ഈ കുടുംബം, ഈ ലാരിജാനി കുടുംബം പ്രധാനപ്പെട്ട കുടുംബമാണ്. ആ കുടുംബത്തിനെ ഷായുടെ കാലത്ത് ഇവരെ അവിടെ നിന്ന് പുറത്താക്കിയതാണ്. എന്നിട്ട് അവർ ഭ്രഷ്ടരായി ഈ കുർദിസ്ഥാൻ ആ പ്രദേശത്തേക്ക്, ആ മേഖലയിലേക്ക് പലായനം ചെയ്ത കുടുംബമാണ് ഈ ലാരിജാനിയുടേത്. അപ്പോൾ
ഈ പൊതുവെ ഈ ആണവ കാര്യങ്ങളുണ്ടല്ലോ, 2015 അമേരിക്കയായിട്ടൊക്കെ നടന്ന ആണവ കരാർ, ആ ആണവ നെഗോഷിയേഷൻ മുഴുവൻ ഇറാന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത് ലാരിജാനിയാണ്. സകല ആവക സംസാരം മുഴുവൻ ലാരിജാനിയാണ്. രാജ്യാന്തര തലത്തിൽ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ലാരിജാനിയാണത് ഇറാന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അങ്ങനത്തെ ഒരു ചർച്ചയുടെ ആളായിട്ട് ലാരിജാനിയാണ് ഖമനേയി നിയോഗിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭരണം നയിച്ചിരുന്ന ഈ ആയത്തുള്ളയൊന്നും അല്ലാത്ത ആ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ആളെയാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണത്തിൽ തീർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇസ്രായേൽ അത് അവകാശപ്പെടുകയും പുറം ലോകത്തോട് പറയുകയും ചെയ്തു. ഇപ്പോൾ അവശേഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണെന്ന് അറിയുക, ഇറാനിൽ ഇനി ആരൊക്കെ ബാക്കിയുണ്ട്? ഈ മുജ്തബ, അന്ന് തന്നെ മുജ്തബയെ തട്ടും. മുജ്തബയെ പറ്റി പറഞ്ഞത് നന്നായി. മുജ്തബ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ട് റഷ്യയിൽ ചികിത്സയിലാണെന്നാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പൊ അതുകൊണ്ടാണ് അയാളെ കാണാത്തത്. ഓ, അപ്പോ അതിന്റെ അർത്ഥം മറ്റൊന്നുകൂടിയാണ്, ഇവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിൽ വിശ്വസിച്ചിട്ട് ഈ ഇവരുടെ പരമപവിത്രമായ പരമോന്നത നേതാവിനെ അയക്കാൻ പറ്റിയ രാജ്യമാണ് റഷ്യ എന്ന വിശ്വാസവും അടുപ്പവും ഉണ്ടല്ലോ, അതുകൂടി പ്രകടമായി അതിലൂടെ. റഷ്യയിലാണ് ഇപ്പോൾ ചികിത്സിക്കുന്നതല്ലേ, അതായത് അവിടെ സുരക്ഷിതമായിരിക്കണമല്ലോ. അതെ, സംരക്ഷണം കൊടുക്കാനുള്ള, ലോകത്തിലെ വമ്പൻ ശക്തികൾക്കെതിരായി സംരക്ഷണം കൊടുക്കാനുള്ള ശക്തിയും ശേഷിയും ഉള്ളതുകൊണ്ടാണല്ലോ റഷ്യയിലേക്ക് അയക്കുന്നത്. അപ്പോൾ അത്തരമൊരു സൗഹൃദം ഇറാനുമായിട്ടുണ്ട് എന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വാർത്തയിലും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെയും ശേഷം എന്തായിരിക്കും ഇറാന്റെ ഒരു സ്ഥിതിയാവോ ഈ യുദ്ധമൊക്കെ നയിക്കാൻ? ലാരിജാനിയെ പോലെ ഇനി എനിക്ക് തോന്നുന്നത് ഹസൻ റൂഹാനി ആയിരിക്കും വരുന്നത് എന്ന് തോന്നുന്നു. കാരണം ഈ രാജ്യാന്തര ഈ ചർച്ചകളൊക്കെ ഇത് കഴിഞ്ഞാലും ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഈ 4-5 പിൻഗാമികൾ ആകാൻ സാധ്യതയുള്ള ആളുകളുടെ കൂട്ടത്തിൽ റൂഹാനിയുടെ പേരും ഉണ്ടായിരുന്നു ലാരിജാനിയുടെ കൂടെ. പക്ഷെ ലാരിജാനി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അദ്ദേഹമായിരിക്കും പിൻഗാമി എന്ന് പറഞ്ഞൊക്കെ ചെയ്തിരുന്നത്. അതങ്ങനെയായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നത് റൂഹാനി മുമ്പ് പ്രസിഡന്റ് ആയിരുന്നില്ലേ, അപ്പൊ റൂഹാനി ആയിരിക്കും പകരം വരിക, ലാരിജാനിയുടെ സ്ഥാനത്ത് ഇതിന്റെ സെക്രട്ടറി ആയി വരിക എന്നാണ് കരുതേണ്ടത് ഈ സെക്കൻഡിൽ. പെട്ടെന്ന് മാഷ് ചോദിച്ചപ്പോ ഞാൻ അത് പറഞ്ഞു എന്നേ ഉള്ളൂ, വായിച്ച ഓർമ്മയിൽ നിന്ന് പറഞ്ഞു എന്നേ. നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ പോയാൽ ഇപ്പോൾ അലി ഖാംനയി കൊല്ലപ്പെടുന്നു, അദ്ദേഹത്തിന്റെ പുത്രൻ മുജ്തബ മണിക്കൂറുകൾക്കുള്ള അധികാരമേറ്റ് ഇതിന്റെ അകത്ത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ആ മതാധികാരിയെ തീർത്തു. അപ്പോ ആയത്തുള്ള എന്നുള്ള നിലയ്ക്ക് ആക്രമണം, കുടുംബത്തിലെ പല ആളുകളും അന്ന് കൊല്ലപ്പെട്ടിരുന്നു. മുജ്തബയുടെ ഭാര്യ സാറയും അന്ന് കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തില് 28-ന്. അപ്പോൾ അന്ന് വലിയ പരിക്കേറ്റയാളാണ് മുജ്തബ. അതാണല്ലോ ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്, ഈ ആയത്തുള്ളയെ തീർത്ത ശേഷം ഇപ്പൊ ശരിക്കുള്ള ഭരണാധികാരിയെയും തീർത്തിരിക്കും. തീരുമാനം നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ആളെ. അതുകൊണ്ട് ഇറാന്റെ ഒരു സമ്പൂർണമായ നാശത്തിൽ അല്ലാതെ ഇസ്രായേൽ അവരുടെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ട്രംപ് വെടിനിർത്തൽ പറഞ്ഞാലും ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങളിത് തീരുമാനമാകുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് ഇസ്രായേൽ നിരന്തരം പറയുന്നുണ്ട്. ആ ദിശയിലേക്ക് തന്നെയാണ് യുദ്ധത്തിന്റെ പോക്ക് നമുക്ക് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കാം. എന്തൊക്കെ ഇനി തിരിച്ചടികൾ എങ്ങനെ എന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.